2022 മുതൽ പൊതുജനങ്ങളെ സ്കൂട്ടർ, ഹോം അപ്ലയൻസസ്, വാട്ടർ ടാങ്ക്സ്, ഫെർട്ടിലൈസേഴ്സ്, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ പകുതി വിലയ്ക്ക് നൽകുമെന്ന് സംസ്ഥാനത്തുടനീളം പ്രചരിപ്പിച്ച സന്നദ്ധ സംഘടനകളെയും മറ്റ് സീഡ് സൊസൈറ്റികളെയും സ്വാധീനിച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെയും മുതിർന്ന ജനപ്രതിനിധികളടക്കമുള്ളവരെയും ഓരോ മേഖലയിലും എത്തിച്ച് പരിപാടികൾ നടത്തിയാണ് ജനങ്ങളുടെ വിശ്വസ്തത നേടുവാൻ പ്രതി ശ്രമിച്ചത്. വർഷങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് അനന്തകൃഷ്ണൻ വലിയ തട്ടിപ്പിനുള്ള കളം ഒരുക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിൻ്റെ പേരിലാണ് ഇടപാടുകൾ നടത്തിയത്. നാഷണൽ NGO ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്ററാണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ CRS ഫണ്ട് കൈകാര്യം ചെയ്യാൻ ഇയാളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇയാൾ വിശ്വസിപ്പിച്ചിരുന്നു. ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഇത് പരിചയപ്പെടുത്തി ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാണ്. ഇങ്ങനൊരു പദ്ധതി ഉണ്ട്, പകുതി പൈസയ്ക്ക് വളം കിട്ടും. ആദ്യമായി നമ്മൾ സീഡ് സൊസൈറ്റി പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് പകുതി പൈസ അടച്ച് വളം നമുക്ക് കിട്ടുകയും ചെയ്ത. അന്നേരം അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ കാർഷികോപകരണങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. വലിയ വലിയ കമ്പനികളിൽ നിന്ന് കാർബൺ ഫണ്ട് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അത് മേടിച്ചിട്ട് ജൈവ കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹൈ റേഞ്ച് മേഖലകളിലോട്ട് ജൈവ വളങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കീടനാശിനി രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ്. അതിനുവേണ്ടി പകുതി ഫണ്ട് നമ്മുടെ നിന്ന് മേടിക്കും, ബാക്കിയുള്ള പകുതി ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വരുന്ന ഫണ്ടിൽ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തിയത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇവിടെ വളം വിതരണം ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ അങ്ങനെയാണ് ഈ സീഡ് സൊസൈറ്റി നമ്മുടെ ഒരു വിശ്വാസത്തിലോട്ട് വരുന്നത്. ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്തവർക്ക് വാഹനം നൽകാനും പിന്നീട് ആർഭാട ജീവിതത്തിനും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് തട്ടിയെടുത്ത പണം ചെലവഴിച്ചത്. നേരത്തെയും നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് പോലീസിന് ലഭിച്ചിരുന്നു. അടിമാലി പോലീസ് സ്റ്റേഷനിൽ സമാന തട്ടിപ്പ് കേസിൽ ഇയാൾ നേരത്തെ റിമാൻഡിലായിട്ടുണ്ട്. എറണാകുളം കച്ചേരിപ്പടിയിൽ മറ്റൊരു തട്ടിപ്പിനായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. എന്നാൽ ഇതിനെയും ന്യായീകരിക്കുകയാണ് പ്രൊമോട്ടർമാർ. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.